മാർക്ക് അവൻ ചാടും മാറിക്കേ കുഞ്ഞുങ്ങളെ മാറിക്കേ ഒത്തിരി അഗ്രസീവായിരിക്കും ഇനി ചാക്കിലാക്കോളൂ ആരെ കാണിക്കാൻ നമുക്ക് ഒന്നും ആഗ്രഹിക്കണ്ട, ഒന്നും ആഗ്രഹിക്കണ്ട, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒന്ന് പറയാം, അയച്ചു കൊടുത്തിട്ട് ഏതാണെന്നൊരു പറഞ്ഞു കൊടുക്കണം. മലമ്പാമ്പ് പിടിക്കുന്നതാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ മലമ്പാമ്പിനെ കൊണ്ടുപോയാണ് ഫോറസ്റ്റുകാർ. $25 $25 മഴയോടനുബന്ധിച്ച് ഇപ്പോൾ കനാലിൽ വെള്ളം വരുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള പാമ്പുകൾ ഇറങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം തേടാനും ഇതിനായിട്ട് എത്തും. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത് കൂടുതൽ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ധാരാളമായിട്ട് ഇനിയിപ്പോഴത്തെ മലമ്പാമ്പിൻ്റെ സീസണാണെങ്കിൽ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, വീടും പരിസരവും വൃത്തിയാക്കി ഇടുക. ഇനി ഇത് കാണുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മളുടെ അതിരപ്പള്ളി റേഞ്ച് RRT ടീമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡിവിഷൻ എമർജൻസി ഓഫീസിലെ നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഏത് രാത്രിയിലും നമ്മൾ എത്തുന്നതാണ്. 91 88 40 75 32. ഈ നമ്പറിൽ വിളിക്കുക. എപ്പോഴായാലും നമ്മുടെ സേവനം ഉണ്ടാവും 24 മണിക്കൂറും. ഓക്കെ. ഈ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് ഈ വന്യജീവികൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ വാർഡിൽ കാണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരുവട്ടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു കുരങ്ങ് ചത്ത് കിടന്നു, അതും ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോയി. ഇന്നലെ ഒരു മയില് നമ്മുടെ വാർഡിൽ തന്നെ കറണ്ട് പിടിച്ച് ചത്തു, അതും ഫോറസ്റ്റുകാരും ഉണ്ട്. ഇന്നിപ്പോൾ 13-ാം വാർഡിലെ മലയാങ്കുന്ന് ഭാഗത്ത് തോമസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ കോഴിക്കൂട്ടിൽ കയറി 5 കോഴിയോളം ചത്ത് കിടപ്പുണ്ട്. 2 കോഴീനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നു, അതിരപ്പള്ളി RRT ടീം വന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വന്യജീവികളുടെ ശല്യം കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭാഗത്ത് ഇപ്പോഴുള്ള ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ പേര് തോമസ്, മലയാങ്കുന്നാണ് വീട്. രാവിലെ കോഴിയുടെ സൗണ്ട് കേട്ടപ്പോൾ കോഴിയെ തുറന്നു നോക്കിയപ്പോൾ 3-4 കോഴി ചത്ത് കിടക്കുന്നു. 2 കോഴിയെ വിഴുങ്ങി. സമയം രാവിലെ 5:30 ആയപ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ കാർകുറ്റി മലയാങ്കുന്നിൽ മലമ്പാമ്പ് കയറിയ വീടിൻ്റെ കോഴിക്കോട്. കോഴികളൊക്കെ ചത്തെടുപ്പുണ്ട്. 2-3 കോഴിനെ മലമ്പാമ്പ് വിഴുങ്ങിയിട്ടുണ്ട്. ചത്തെടുക്കുന്ന കോഴികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൂട്ടിലാണ് മലമ്പാമ്പിനെ കണ്ടത്.